നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഭാസ് വഞ്ഞറമൂടാണ്. ഞാൻ നിൽക്കുന്നത് പോത്തങ്കോട് ശാന്തിഗിരിക്ക് സമീപമായിട്ടാണ്. ഇവിടെ പോത്തങ്കോട് ശാന്തിഗിരിയിൽ നിന്ന് 1 കിലോമീറ്റർ മാറി നല്ലൊരു പ്ലോട്ട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പ്ലോട്ടാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 24 സെൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലോട്ട് നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ. അതായത് പോത്തങ്കോട് ശാന്തിഗിരിയിൽ നിന്നും 1 കിലോമീറ്റർ മാറിയുള്ള റോഡ് സൈഡിലുള്ള പ്ലോട്ടാണ് നമുക്കിവിടെ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് 24 സെൻറ്റ് അടങ്ങിയൊരു പ്ലോട്ടും ഉണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു പഴയ വീടും കൂടി ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് റോഡെന്ന് പറയുന്നത് അത്യാവശ്യം വീതിയുള്ളൊരു റോഡാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം 2 വലിയ വണ്ടികൾക്ക് പോകാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു വീതിയിലുള്ള റോഡാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് പ്ലോട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു സ്ക്വയർ പ്ലോട്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് കരഭൂമിയാണ്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ശാന്തിഗിരി, പോത്തൻകോട് ശാന്തിഗിരി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ് വേളാവൂർ റോഡ് വരുന്നത്. കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് വെമ്പായം, കന്യാകുളങ്ങര എന്നീ സ്ഥലങ്ങളിലേക്ക് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വേളാവൂർ അതുപോലെ തന്നെ എന്നീ സ്ഥലങ്ങളിലേക്ക് ആക്സസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ലോറി സൈറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള നമുക്ക് വലിയ ലോറിയായാലും ടിപ്പറായാലും ഇറങ്ങാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു എൻട്രി കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഒരു പഴയ വീടും കൂടെ ഈ ഒരു പ്ലോട്ടിൽ വരുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പക്ക കരഭൂമിയിലാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ധാരാളം ശുദ്ധജലം കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന ഏരിയ. നമ്മുടെ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് 24 സെൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ അതിരെന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ അതിര് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് റോഡിൻ്റെ അറ്റം വരെ ഉണ്ട്. ഇത്രയും ഏരിയയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു പ്ലോട്ടിന്.
നമ്മുടെ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് 24 സെൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു പ്ലോട്ട് ഒരുമിച്ച് 24 സെൻറ്റ് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ പ്ലോട്ട് തിരിച്ച് കൊടുക്കുന്നവരാണെങ്കിലോ നമുക്ക് ഈ ഒരു പ്ലോട്ട് 24 സെൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലോട്ട് വാങ്ങിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു പ്ലോട്ട് തിരിച്ച് 5-6 സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായി തിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്ലോട്ടിൽ വീട് വെച്ച് കൊടുക്കുവാനും കഴിയുന്നതാണ്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്ന വീടാണ് കേട്ടോ ഈ ഒരു വീട്. അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു വീട് തന്നെയാണിത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിനോവേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇതാണ് നമുക്ക് വീടിൻ്റെ ഒരു ബാക്ക് വശമായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു ശുദ്ധ ജലം കിട്ടുന്ന രീതിയിലുള്ളൊരു കിണർ ഇവിടെ നമുക്ക് ലഭ്യമാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു പ്ലോട്ട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.